ഈ വെളുപ്പം കാലത്ത് എങ്ങോട്ടാണെന്നല്ലേ പറയാം. നോമ്പായതുകൊണ്ട് തന്നെ അത്താഴം കഴിക്കാൻ എറണാകുളത്ത് ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂടൻ ബിരിയാണി ഇവിടെ കിട്ടും. എയർപോർട്ട് റോഡിനടുത്തുള്ള മലബാർ ഹോട്ടൽ. അത്താഴം കഴിച്ച് നമ്മൾ നേരെ വണ്ടി കിട്ടി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ സുബഹി നിസ്കരിക്കാൻ നല്ലൊരു പള്ളി കിട്ടി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് യാത്ര വീണ്ടും തുടർന്നു. യാത്ര മറ്റെങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട് നോളജ് സിറ്റിയിലേക്കാണ്. 1000 കോടി രൂപ ചെലവിൽ 300 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നഴ്സിംഗ്, മെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ കോളേജ്, ഗവേഷണ സൗകര്യങ്ങൾ പോലുള്ള ഒട്ടനവധി സംവിധാനങ്ങളാണ് ഈ ഗേറ്റിന്റെ ഉള്ളിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി അതിവിടെ തന്നെയാണ്, മസ്ജിദുൽ ഫുതൂഹ്. ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണെന്ന് എനിക്കറിയില്ല. ഗൾഫ് കൺട്രീസിലൊക്കെ കാണുന്ന മാതിരി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അകത്താണെങ്കിൽ ലക്ഷറിയസ് ഫീൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. غير فضلك يا ربي ما رحمة غير نورك يا ربي ما منفذة يا ربنا نفسي إليك عائدة يا ربنا നോമ്പ് തുറയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങി. ഈ കാണുന്ന തിരക്ക് മുഴുവൻ ഈ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്ന ആളുകൾ. മലബാർ സൈഡിലേക്ക് വന്നാൽ ഉപ്പിട്ടതും മുളകിട്ടതുമായിട്ടുള്ള എല്ലാ അൽക്കുലത്ത് സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്യും. പച്ചമാങ്ങ, പഴുത്തമാങ്ങ, ക്യാരറ്റ്, നെല്ലിക്ക പോലുള്ള എല്ലാ ജിങ്കാരി ജിൽജിൽ ഐറ്റവും അവിടെ സുലഭമായിരുന്നു. എല്ലാം കഴിഞ്ഞ് പാതിരാത്രിയാണ് പള്ളിയിലേക്ക് തിരികെ. സമയം രാത്രി 2:30 ആയിട്ടുണ്ട്. എല്ലാവരും ഉറക്കത്തിലാണ്. പാതിരാത്രിയിലും പടച്ചോനെ മറക്കാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഈ കുഞ്ഞു മോനെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അപ്പോൾ പറഞ്ഞ പോലെ വീണ്ടും കാണാം. എല്ലാവരോടും റമദാൻ മുബാറക്.